ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു 4 ചാനൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ സ്റ്റീരിയോന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു കാർ സ്റ്റീരിയോ ഒരു 4440 വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 4 ചാനൽ നമ്മൾ TD7388 എന്നുള്ള IC വെച്ചിട്ടുള്ള ഈ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് 4 ചാനൽ ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വണ്ടിയിലേക്കുള്ളതാണ്. അപ്പോൾ ഒരു ബാറ്ററി വണ്ടിയിലേക്കുള്ള സാധനമാണ്. ബാറ്ററി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വണ്ടിയിൽ ബാറ്ററി വണ്ടി ഓട്ടോറിക്ഷ അതിലേക്കുള്ള സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വലിയധികം ലോഡും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് കുറയാനും കാര്യങ്ങൾക്കും വണ്ടിയുടെ മൈലേജ് കുറയാനൊക്കെ സാധ്യതയുള്ള കാരണം ഇതിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ബാറ്ററി വെച്ചിട്ടാണ് അതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിന്റെ സ്പീക്കർ കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കാണുന്നതാണ് സ്പീക്കർ കണക്ഷൻ 1 2 3 4 4 ചാനല്. അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ ഇൻപുട്ട് ഈ സൈഡിലാണ് ഇൻപുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇൻപുട്ട് രണ്ടെണ്ണം നമ്മൾ ചാനലായിട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ക്യാബിനാണ്. ആ ക്യാബിന്റെ ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് USB ഇതൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പാനലിന്റെ ഇതിൽ വെക്കുമ്പോൾ USB പാനൽ ഇപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് പാനൽ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡൈല് കാണുന്നത്. പിന്നെ നമ്മളൊരു SMD കമ്പോണൻസ് വെച്ചിട്ടുള്ള ഒരു ബാസ്റ്റബിൾ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബാസ്റ്റബിൾ 2 IC വെച്ചിട്ടുള്ള ഒരു ചെറിയ ബാസ്റ്റബിൾ ആണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഉള്ളു. ഒരു 100-120 രൂപയൊക്കെ വില വരുന്ന ഒരു ബാസ്റ്റബിൾ ബോർഡ്. പിന്നെ ഈ ബോർഡിന് വരുന്നത് ഒരു 250 രൂപ അടുത്ത് വില വരുന്നുണ്ട് ഈ ബോർഡിന്. അപ്പോൾ യൂണിവേഴ്സലിന്റെ ബോർഡാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബോർഡുകളാണ്. അപ്പോൾ അതിന് വേറെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകാരണമാണ് നമ്മൾ ഈ ബോർഡുകൾ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് ഇത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈ ആണ് ഈ ബോർഡ് വരുന്നത്. അപ്പോൾ 4 ചാനല്, ഒരു ചാനല് 24 വാട്ടാണ് കമ്പനി പറയുന്നത്. 24x4 ആണ് ഇതിന്റെ വാട്ട്സ് പറയണത്. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ അടുത്ത് വരുന്നുണ്ട് വില. അപ്പൊ ഇത് പിന്നെ ഇത് 100 രൂപ 110-120 രൂപയുടെ അടുത്താണ് ഈ ബാസ്റ്റബിൾ ബോർഡിന് വില വരുന്നത്. കൺട്രോൾ സെപ്പറേറ്റ് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു സാധാരണക്കാരനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കാർ സ്റ്റീരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമ്മളെ G-Starന്റെ ഒരു ബോർഡ്, ഇതേപോലത്തെ ബോർഡ്, അതൊരു 200 സംതിങ്ങിന്റെ അടുത്ത് വില വരുന്നുണ്ട്. 150 200 220 പല സ്ഥലത്തും പല വില നമ്മൾ കറക്റ്റ് വില പറയുന്നില്ല. അപ്പോൾ ഒരു 200ന്റെ അടുത്ത് 220ന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിന്റെ വില. അപ്പോൾ അതിന്റെ റിമോട്ട്, അതിന്റെ വയർ കാര്യങ്ങൾ, വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എടുക്കാനുള്ളതും പിന്നെ അതിന്റെ DC സപ്ലൈക്കുള്ള ഒരു പിന്നും ഇതേപോലെ തന്നെ ഒരു പിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാബിൻ, പിന്നെ അതേപോലെ അതിന് ആവശ്യമായിട്ടുള്ള സ്പീക്കർ വയർ. ഇത് നമ്മൾ സാധാരണ ഒരു 10 രൂപയുടെ സ്പീക്കർ വയറാണ്. മീറ്ററിന് 10 രൂപയോളം വില വരുന്ന ഒരു സ്പീക്കർ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. പിന്നെ ഇതിലേക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. 12 വോൾട്ട് സപ്ലൈക്ക് നമ്മളതിൽ കനുള്ള വയറില്ലാത്ത കാരണം നമ്മൾ ഇതേപോലത്തെ ഒരു പിന്ന് നമ്മളതിൽ എടുക്കുന്നുണ്ട്. ആ പിന്നാണ് നമ്മൾ കൊടുക്കുന്നത് സപ്ലൈക്കുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ഡയലിന് മേക്കുള്ള സ്വിച്ച് 3 ഡുവൽ കൺട്രോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 ഡുവൽ കൺട്രോൾ. അപ്പോൾ ഒരെണ്ണം ബാസ്, ഒരെണ്ണം ട്രബിള്, ഒരെണ്ണം വോളിയം, അങ്ങനെ 3 കൺട്രോൾ എടുത്തിട്ടുണ്ട് 100 കേടെ. പിന്നെ ഈ ക്യാബിനും ഡയലും കൂടിയിട്ട് ഒരു 200 രൂപയുടെ അടുത്ത് വരും മാക്സിമം. അത്ര തന്നെ വരുള്ളൂ, അതിലും കൂടുതലൊന്നും വരില്ല. അപ്പോൾ ഡയല് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതേപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അസംബ്ലിങ് തുടങ്ങാം. ഇതിലേക്ക് നമ്മൾ റെഗുലേറ്റർ IC വേണം. 78.5 റെഗുലേറ്റർ IC ആണ് നമ്മളെ USB ബോർഡിന്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡിന്റെ പറഞ്ഞ പോലെ സ്പീക്കർ കണക്ഷൻ ഈ കാണുന്നതാണ് സ്പീക്കർ കണക്ഷൻ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഈ സൈഡിലും 2 ഈ സൈഡിലും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ടുള്ളതിന്റെ തൊട്ട് താഴത്ത് ഈ കാണുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ടുള്ളതിന്റെ തൊട്ട് താഴത്ത് കാണുന്നതാണ് 1 2 3 4 സ്പീക്കർ കണക്ഷൻ വരുന്നത്. അതേപോലെ ഈ കാണുന്നതാണ് നമ്മളെ ഇൻപുട്ട്. ഫസ്റ്റ് കാണുന്ന ഗ്രൗണ്ട് ആണ്. ബാക്കി 1 2 3 4 ഇൻപുട്ടാണ് വരുന്നത്. അപ്പോൾ 4 ഇൻപുട്ടും ആണ് ഈ വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് സപ്ലൈ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ സപ്ലൈക്ക് നമ്മൾ ഈ 2 വയർ ഈ പോസിറ്റീവിലും നെഗറ്റീവിലും ഇതിവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ഡയോഡിന്റെ സൈഡിലാണ് പോസിറ്റീവ്, ഈ കാണുന്നതാണ് നെഗറ്റീവ്, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ 2 വയർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാൻ പോണത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 2 വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്യാനുള്ള, ഒരു വയർ നേരെ ഡയറക്റ്റ് സ്വിച്ചിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വയർ നമ്മൾ നെഗറ്റീവ് വയർ മാത്രം നമ്മൾ ബോർഡിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോണത്. ബാക്കി കാണുന്ന പോസിറ്റീവ് വയർ നേരെ ഡയറക്റ്റ് സ്വിച്ചിലേക്ക് ആണ് പോവുക. പിന്നെ സ്വിച്ചിൽ നിന്നാണ് പിന്നെ ബാക്കി നമുക്ക് കണക്ഷൻ നേരെ ബോർഡിലേക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ ഫ്ലക്സ് അയക്കുന്നു. നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് ആ സ്പോട്ടിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ സ്പോട്ടിൽ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. എന്നാലാണ് നമുക്ക് ഈ അസംബ്ലിങ് കറക്റ്റായിട്ട്
മനസ്സിലാവുള്ളൂ. ഇപ്പൊ പകുതി കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. നമ്മള് മറ്റേ സ്റ്റീരിയോ ഉണ്ടാക്കിയ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഒരു കാർ സ്റ്റീരിയോ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വയറുകളൊക്കെ നമ്മൾ സ്പീക്കർ വയറുകളൊക്കെ ഈ ഗ്യാപ്പ് കൂടെ അതിന്റെ ഹോൾ കൂടെ തന്നെ. പിന്നെ നമുക്ക് ഇതിലേക്ക് RC ഇൻപുട്ട് അതുപോലെ സ്പീക്കർ സോക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. വണ്ടിയിലേക്ക് ആയ കാരണം നമ്മൾ സോക്കറ്റുകൾ പരമാവധി ഒഴിവാക്കുകയാണ് പതിവ്. പിന്നെ ഇതേപോലത്തെ പിന്ന് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. മറ്റേ സ്പീക്കർ സോക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ജർക്കിങ്ങിൽ ഊരിപ്പോവാനും അതിനൊക്കെ ഷോർട്ട് ആവാനും ഊരിപ്പോരാനൊക്കെ സാധ്യതയുള്ള കാരണം നമ്മൾ അത് കൊടുക്കാറില്ല സാധാരണ. അപ്പോൾ ബോർഡ് അതിൽ വന്നു. നമുക്ക് പിന്നെ ഇനി ഡയലാണ്. ഡയൽ നമ്മൾ ഇതിൽ ഉറപ്പിക്കുകയാണ്. ഡയലിന്റെ ഒരു വൺ സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിങ്ങിലാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പശ തേച്ചിട്ട് നമുക്കത് ഒട്ടിക്കാം. ഒട്ടിച്ചതിന്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഡയൽ നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡയൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ പോലെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൃത്തികേടൊന്ന് മാറി കിട്ടും. പിന്നെ ഇതിൽ USB ബോർഡാണ് വരുന്നത്. അപ്പോൾ USB ബോർഡ് നമുക്ക് അതിൽ സെറ്റ് ആക്കാം. അപ്പോൾ USB ബോർഡ് അതേപോലെ ബാസ്റ്റബിള് നമ്മൾ ഈ പറഞ്ഞ പോലെ SMD കമ്പോണൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൺട്രോൾ നമ്മൾ ഓൾറെഡി പിടിപ്പിച്ചിട്ടുള്ളതാണ് കൺട്രോൾ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ഇൻപുട്ട് എന്ന് കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ 12 വോൾട്ട് VC, ഇതാണ് ഈ കാണുന്നതാണ് VCC ഗ്രൗണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് ഈ കാണുന്നതാണ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ഷനുകൾ നമുക്കൊരു 3 വയർ ഇട്ടിട്ട് ഇതിൽ നിന്നൊരു 3 വയർ, ഇതിൽ നിന്നൊരു 3 വയർ, ഇതിൽ നിന്ന് 2 വയർ, അങ്ങനെ വയറോൾ ഇട്ടിട്ട് നമുക്ക് ഈ സാധനം ഇതിൽ ഉറപ്പിക്കാം. നമുക്ക് ഇത് ഏതിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത് അവിടെ നമുക്ക് ഇത് ഉറപ്പിക്കാം. ഇതേപോലെ ഉറപ്പിക്കാം. അപ്പം ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ നെറ്റ് മോൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലിപ്പോൾ ഈ സാധനം ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൺട്രോളിന്റെ നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൽ സെറ്റായി. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. സിമ്പിളായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. കൺട്രോളിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊന്നും നമുക്ക് മാറില്ല. അതിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് ഇതിൽ തന്നെ നമ്മൾ കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുള്ള കാരണം നമുക്ക് കൺട്രോളിന്റെ കണക്ഷനുകളൊന്നും മാറാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കൺട്രോൾ ഇതിൽ വെച്ച് സോൾഡർ ചെയ്യാൻ മാത്രമേ നമുക്ക് വേണ്ടോ. സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഈ ബോർഡിന്റെ വർക്കിംഗ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ഈ ബാസ്റ്റർ ബോർഡിന്റെ നമ്മൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ SMD കമ്പോണൻസ് വെച്ചിട്ടുള്ള ഒരു ബാസ്റ്റർ ബോർഡ് നമ്മൾ വെക്കുന്നത്. എത്രത്തോളം ക്ലിയറൻസ് ഉണ്ടാവും നമുക്ക് അറിയില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വയർ ഇട്ടതിന് ശേഷം ബാക്കി കണക്ഷനുകൾ നോക്കാം. അപ്പോൾ USB പിന്ന് വരുന്ന വയർ നമ്മൾ ഇതേപോലെ ഇപ്പോൾ 2 തലക്കിലും പിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് തൊട്ട് മീതി തന്നെ USB ബോർഡ് ഇരിക്കുന്ന കാരണം ഇത്രയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് ഇൻപുട്ട്. നടുക്കിൽ കാണുന്ന ഗ്രൗണ്ടാണ്. 2 സൈഡിലും ലെഫ്റ്റ് റൈറ്റ് ആണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നടുക്കിലത്തെ ഗ്രൗണ്ട്. അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വയർ നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് ഔട്ട്പുട്ടാണ്. അത് നേരെ വോളിയം കൺട്രോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റിബൺ വയർ എടുത്തിട്ട് അതിനൊരു 3 വയർ നമ്മൾ കൺട്രോളിലേക്കുള്ള 3 വയർ, ഒരു ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റും അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ കാണുന്ന ഗ്രൗണ്ട്. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. ഈ കാണുന്ന USB-ക്കുള്ള ഇൻപുട്ട് ഈ കാണുന്നത്. ഇത് നമ്മളെ സപ്ലൈ പോസിറ്റീവ് റെഡും അതുപോലെ ഈ കോഫി കളർ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇതിൽ ഈ സെറ്റപ്പിൽ ഉറപ്പിക്കാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെട്ടും ബോൾട്ട് അല്ല, അതിൻ്റെ വാഷൻ്റെ നെറ്റ് നമ്മൾ ഇതിലിടുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബോർഡ് പ്രത്യേകിച്ച് ഉറപ്പിക്കണം എന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പേസർ ഇട്ടിട്ട് ക്യാബിൻ്റെ മീക്ക് നമുക്കൊരു നെട്ടൂണി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറിയ ബോർഡായ കാരണം വലിയ ഇളക്കം കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നല്ല, വരില്ല. അപ്പോൾ അത്രയും ഈ 6 കാല് കൺട്രോളിൻ്റെ 6 കാലിൻ്റെ പിടുത്തമുണ്ട്. കൺട്രോളിൻ്റെ നെട്ടിന് മീതാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സാധനം ഇവിടെ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ പിടിപ്പിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മളെ ബാസ്റ്റബിൾ ബോർഡ് നമ്മൾ ഉറപ്പിക്കുക കഴിഞ്ഞു. പിന്നെ നമുക്ക് ചാനൽ ബോർഡ് നമുക്കൊരു 2 സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ക്യാബിൻ്റെ മീക്ക് ഉറപ്പിക്കണം. അത് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ഹോൾ അടിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വേണ്ട, അത് ഇനി വേറെ ഇളക്കം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നത് ഇതാണ്. അപ്പോൾ നേരെ ഈ കൺട്രോളിലേക്കാണ്, ഇവിടെ ഈ കൺട്രോളിലേക്കാണ് സാധനം വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും അടുത്ത് തന്നെ കിട്ടി. അപ്പോൾ അധികം വയറുകളും കാര്യങ്ങളൊന്നും വലിയധികം നീണ്ടു പോയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് ഇവിടെ ഡയോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്കാണ് നമുക്ക് ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്.
16 വോൾട്ട് 1000 MFD കപ്പാസിറ്റർ ആണ് ഈ കാണുന്നത് വലുത്. അതാണ് അതിന്റെ സപ്ലൈയിൽ വന്നിട്ടുള്ള കപ്പാസിറ്റർ. അപ്പൊ ആ ഭാഗത്തേക്കാണ് നമ്മൾ ആ വയർ കൊടുക്കുന്നത്. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നമ്മൾ ഈ വയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാസ്റ്റബിളിലേക്കുള്ള സപ്ലൈ. പിന്നെ അതേപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് റെഗുലേറ്റർ ഐസിക്കുള്ള ഒരു കണക്ഷനും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു, ഏകദേശം സെറ്റായി. എന്നിട്ട് നമുക്ക് ഇത് നോക്കി നോക്കാം, വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പൊ നെഗറ്റീവ് കോമൺ ആയിട്ട് തന്നെ ഒരൊറ്റ ലൈനിൽ തന്നെയാണ് നെഗറ്റീവ് വരുന്നത്. പോസിറ്റീവ് നമ്മളെ ഡയോഡ് വഴിയാണ് പോസിറ്റീവ് വരുന്നത്. അപ്പൊ അത് കാരണം ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കണക്ഷൻ മാറിയാലും പോസിറ്റീവ് നെഗറ്റീവ് മാറിയാലും ബോർഡ് അടിച്ചു പോവില്ല, ഡയോഡ് ഉള്ള കാരണം. അപ്പൊ അത് ആ കണക്ഷൻ നമ്മൾ കൊടുത്തു, ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് USB ബോർഡ് അതിൽ ഉറപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഇതിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ ഈ USB ബോർഡിന്റെ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് പോസിറ്റീവ് കാണുന്നതാണ് ഈ VDD എന്ന് എഴുതിയിട്ടുള്ളതാണ് പോസിറ്റീവ്. അതുപോലെ ഇപ്പുറത്തെ ഗ്രൗണ്ട്, ഇതാണ് റെഡ് കളറുള്ള പിന്നാണ് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പിന്ന് നമുക്ക് ഇതിൽ കുത്തി നോക്കി വെക്കാം. അപ്പൊ മഞ്ഞയാണ് നമുക്ക് തിരിച്ചു കുത്താണെങ്കിൽ പച്ച വരും, ഈ പിന്നെ കുത്തണ പച്ച വരും, ഈ ഭാഗം കുത്തണ മഞ്ഞാണ് വരിക. അപ്പൊ മഞ്ഞ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ് മഞ്ഞാണ് പോസിറ്റീവായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ വന്നിട്ടുള്ള പിന്ന് നമ്മൾ നേരെ അതിന് തൊട്ട് ഫ്രണ്ടിലുള്ള സോക്കറ്റിലും കുത്തിക്കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ സപ്ലൈ അതിന്റെ ഔട്ട്പുട്ടും ആയി നമുക്ക്. അപ്പൊ സപ്ലൈക്കുള്ള റെഗുലേറ്റർ ഐസി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് കണക്ഷനായി. പിന്നെ അത് ഇതേപോലെ ഇതിൽ വെക്കുക, കറക്റ്റ് സീറ്റിങ്ങിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് ഇറങ്ങിയിരിക്കും. അതേപോലെ ഇറങ്ങിയിരുന്നു. പിന്നെ ഇതിൽ 2 നെട്ടും ബോൾട്ടോ സ്ക്രൂറോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് സ്ക്രൂ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേ നമ്മൾ ഇതിൽ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സെറ്റപ്പ് ഇനി വോളിയം കൺട്രോളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. വോളിയം കൺട്രോൾ ഇതിലാണ് വരുന്നത്. അപ്പോൾ വോളിയം കൺട്രോൾ നമുക്ക് അതിൽ കൊടുക്കാം. പിന്നെ നമ്മളെ നമ്പർ ചോദിക്കുന്നവരോട് നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പാർട്സുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്പർ നമുക്ക് ഇടക്കിടക്കാണ് ചോദിച്ച് മെസ്സേജ് വരുന്ന കാരണമാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയണത്. നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സപ്പ് നമ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ് വരുന്നത്. ഇനി പവർ സ്വിച്ച് പിടിപ്പിക്കണം, പവർ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മളെ ഇനി അടുത്ത പരിപാടി. അപ്പോൾ പവർ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ റെഡ് വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് വയർ നേരെ അതിലേക്ക് കൊടുക്കുക, പവർ സ്വിച്ചിലേക്ക് കൊടുക്കുക, അതേപോലെ പവർ സ്വിച്ചിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു കണക്ഷൻ, സ്വിച്ചിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് ഈ ഡയോഡിന്റെ ഈ കാണുന്ന പോസിറ്റീവിലേക്ക് ഇതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സ്വിച്ച് കണക്ഷനായി. പിന്നെ റെഗുലേറ്റർ ഐസി ആണ് നമുക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിന്റെ 4 ചാനൽ ആംപ്ലിഫയറിന്റെ വർക്ക് ഏകദേശം അതോട് കൂടിയിട്ട് ഫിനിഷിംഗ് ആവും. ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു ആംപ്ലിഫയർ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഒരു വണ്ടിയിൽ വെക്കണത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇതിന് പകരം നമ്മളൊരു 12 വോൾട്ട് ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് ഒരു 4 ആംപിയർ ഒരു 3 ആംപിയർ ഉള്ള ഒരു അഡാപ്റ്ററോ കൊടുക്കുകയാണെങ്കിൽ 3 ആംപിയറിന്റെ മേലേക്ക് കൊടുത്താലും കുഴപ്പമില്ല, ഒരു 6 ആംപിയർ വരെ കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഒരു 3 ആംപിയർ അഡാപ്റ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ചാനലായിട്ട് വീട്ടിൽ വെച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റിയ. അപ്പോൾ സോൾഡറിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അത് കുഴപ്പമുള്ള കാര്യമില്ല. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. എന്താ കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടായിട്ട് ഇപ്പോൾ സ്റ്റോറേജ് ക്ലിയർ ആക്കിയിട്ടുള്ളൂ ഫോണിന്റെ. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊന്ന് നോക്കിയോളൂ. പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഈ സ്വിച്ച് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു സ്വിച്ച് കണക്ഷൻ, ആ സ്വിച്ചിന്റെ അടിയിലത്തെ ലെഗിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നേരെ നമ്മൾ ഈ ഡയോഡിന്റെ ഈ ഇവിടെ വന്നിട്ടുള്ള ബോർഡിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പുറത്തേക്ക് കൊടുത്താലും വർക്ക് ചെയ്യും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊട്ടക്ഷൻ പോലെയാണ് ഡയോഡ് കിടക്കുന്നത്. വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആംബിയർ കിട്ടാനും അതിന്റെ ബോർഡിന് ആവശ്യമായിട്ടുള്ള ആംബിയർ കിട്ടാനും പിന്നെ വയർ ഏതെങ്കിലും കാരണവശാല് പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി മാറിയാലും ബോർഡ് അടിച്ചു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഡയോഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ 2 കാര്യം നമുക്ക് ഉപകാരത്തിൽ പെടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി കൺട്രോളിന്റെ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാസ്റ്റബിൾ എന്ന് വന്നിട്ടുള്ള ഈ വയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറ്. അപ്പൊ അതില് സെൻട്രലത്തെ കണക്ഷനാണ് നമുക്ക് ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഗ്രൗണ്ട് വയർ അവിടെ ഒഴിവാക്കിയിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള 2 കണക്ഷനും നമുക്ക് ഈ കൺട്രോളിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ വയർ നമ്മൾ ഇതിലാണ് സോൾഡർ ചെയ്തത്. അതേപോലെ രണ്ടാമത്തെ വയർ അതിന്റെ തൊട്ട ഫ്രണ്ടിലത്തെ സെക്ഷനിൽ നമ്മൾ സോൾഡർ ചെയ്യാണ്. പിന്നെ ബോർഡിലേക്കുള്ള നമുക്ക് ഇൻപുട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്, അത് കൺട്രോളിൽ നിന്നാണ് കൊടുക്കേണ്ടത്, സെന്ററിൽ നിന്നാണ് നമ്മൾ എടുത്തു കൊടുക്കുക. എപ്പോഴും നമ്മൾ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ
കൺട്രോളിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ കാണുന്ന കൺട്രോളിന്റെ രണ്ട് സൈഡിലുള്ള കാല് ഇത് ഗ്രൗണ്ടും ഇത് ഇൻപുട്ടും അതേപോലെ സെന്ററിലത്തെ നമ്മൾ ആംപ്ലിഫയർ ബോർഡിന്റെ ഇൻപുട്ട് ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വയർ ഇതിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് വോളിയം കൂട്ടുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിലേക്ക് വോളിയം കൂട്ടണാവും എന്ന് മാത്രം, അങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമാണ് വരുള്ളൂ. അല്ലാതെ അപ്പൊ അതുകൊണ്ട് വേറെ കൺട്രോൾ കത്തിപ്പോവുക അല്ല ബോർഡ് അടിച്ചു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ നമുക്ക് ഇനി ബാക്കി ബോർഡിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ട് ചാനലും കൂടി ഒന്നിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ചാനൽ ഇൻപുട്ട് പിന്നെ ഒരു ഗ്രൗണ്ടാണ് ഇതിൽ നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ 4 ചാനൽ ഔട്ട്പുട്ട് ഒന്നും നമുക്കൊരു USB ബോർഡിന് ഇല്ല. അപ്പോൾ കൺട്രോൾ നമ്മൾ അതേപോലെ 4 ചാനലുള്ള കൺട്രോൾ നമ്മൾ വെക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ആയ കാരണം നമുക്ക് 4 ചാനൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാച്ചെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു കൺട്രോൾ വെച്ചിട്ട് നമുക്ക് 2 കൺട്രോൾ ആക്കാം. 2 ചാനലിന് ഒരു കൺട്രോൾ 2 ചാനലിന് ഒരു കൺട്രോൾ ആയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന കാരണം നമ്മൾ ഇതേപോലെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അതിനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ നമ്മൾ ഗ്രൗണ്ട് ഈ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രൗണ്ട് ഈ പച്ച വയറാണ്. അപ്പൊ ആ പച്ച വയറും ഈ വാസ്തവിൽ നിന്ന് വന്നിട്ടുള്ള സെന്റർ വയർ ഈ ഗ്രൗണ്ട് വയർ ഇതാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഈ കാല് മടക്കിയിട്ട ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ മറ്റേ 2 കണക്ഷൻ നമ്മൾ കൺട്രോളിന്റെ സെന്ററിലേക്ക് 2 ഇൻപുട്ടും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ വയർ നമ്മൾ നേരെ കൺട്രോളിന്റെ സെന്ററിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സാധാരണ ഇപ്പൊ എല്ലാ കൺട്രോളിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെന്റർ കണക്ഷനിലേക്ക് തന്നെയാണ് കൊടുക്കാറ്. അപ്പൊ അത് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പൊ ബോർഡ് അടിച്ചു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. വർക്കിങ്ങിൽ വ്യത്യാസം വരും, വർക്ക് ചെയ്യില്ല ചിലപ്പോ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. എന്താ കാരണം ഒരു സൈഡിൽ സിഗ്നലും ഒരു സൈഡിൽ ഗ്രൗണ്ടാണ് വരിക. അപ്പോൾ സിഗ്നലിൽ നേരെ ഇൻപുട്ടിലേക്ക് കിട്ടാണ്ട് വരുമ്പോൾ ബോർഡ് വർക്കിംഗ് ആവില്ല. അപ്പൊ അങ്ങനെ മാത്രം ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആംപ്ലിഫയർ അടിച്ചു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബോഡിക്ക് കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് മാത്രം മാറാണ്ട് നമ്മൾ പരമാവധി നോക്കുക. ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ നമ്മൾ മാറിയാലും വലിയ പ്രശ്നങ്ങൾ വരില്ല. ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബാസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ വയർ മാറിയാലും പ്രശ്നം വരില്ല. ഇതുപോലെയുള്ള ഐസികൾ വെച്ചിട്ടുള്ള ബാസ്റ്റബിൾ ആകുമ്പോൾ പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് അടിച്ചു പോവും എന്തായാലും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. SMD കമ്പോണൻസ് അതേപോലെ ഐസികൾ വെച്ചിട്ടുള്ള ബാസ്റ്റബിളുകൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്. സിംഗിൾ സപ്ലൈയും വരുന്നുണ്ട്, ഡുവൽ സപ്ലൈയും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണക്ഷൻ മാറി കഴിഞ്ഞാൽ ഐസികൾ വെച്ചിട്ടുള്ള കണക്ഷൻ മാറിയ ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ മാറിക്കഴിഞ്ഞാൽ ബാസ്റ്റബിൾ അടിച്ചു. അല്ലാതെ ഇപ്പൊ ട്രാൻസിസ്റ്റർ നമ്മളെ BC 547 548 ഒക്കെ വെച്ചിട്ടുള്ള ബോർഡിന്റെ കണക്ഷൻ മാറിയത് കൊണ്ടൊന്നും ഇത് അടിച്ചു പോകണമെന്നില്ല. അപ്പൊ ചെറുവക എന്തെങ്കിലും ഒരു വർക്കിങ്ങിലാണ് നിൽക്കുക അങ്ങനെയൊക്കെ ആവുക. അപ്പൊ നമ്മൾ കൺട്രോള് നമ്മൾ കണക്ഷൻ കൊടുത്ത് കംപ്ലീറ്റ്. ഇനി നമുക്ക് ഈ കൺട്രോള് നമുക്ക് ഇതില് മറ്റേത് പിടിപ്പിച്ച പോലെ തന്നെ ഇതില് ഇതേപോലെ നെട്ട് മോൾട്ട് ഇടാം. നമുക്ക് നെട്ട് മോൾട്ട് ഇട്ടതിന്റെ ശേഷം നമുക്ക് നോക്കാം. പിന്നെ ഇനിയിപ്പോ റെഗുലേറ്റർ ഐസി മാത്രമേ നമുക്ക് പിടിപ്പിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ ബോർഡ് നമ്മൾ 2 സ്ക്രൂ ഇട്ടിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് 2 സ്റ്റാർ സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ തുളച്ചിട്ട് സാധനം സെറ്റ് ചെയ്തു, സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് റെഗുലേറ്റർ ഐസി ഇതാണ്. റെഗുലേറ്റർ ഐസി പുതിയതില്ല അവിടെ, പഴയ സ്റ്റോക്കിലുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഹീറ്റ്സിങ്ങിന്റെ മീതെ തന്നെ നമുക്ക് പരമാവധി പിടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ അത്രയും ചൂടും കാര്യങ്ങളൊക്കെ അതിന് കുറഞ്ഞു കിട്ടും. അപ്പൊ എന്നിട്ട് അതിലേക്കാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പൊ റെഗുലേറ്റർ ഐസിയുടെ കണക്ഷൻ കൊടുക്കാൻ ഈ നമ്മളെ USB ബോർഡിന്റെ സപ്ലൈ കൊടുക്കാനുള്ളത് 5 വോൾട്ട്. അപ്പൊ ഇതില് ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ഈ പച്ചവയർ ഈ നേരെ നമ്മൾ ഇതിന്റെ സെന്ററിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഇതിന്റെ ഈ മാർക്കിങ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആ മാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്. ഇൻപുട്ട് സപ്ലൈ ഇതിലാണ് കൊടുക്കുക, ഔട്ട്പുട്ട് സപ്ലൈ ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. സെന്റർ നമ്മൾ കൊടുത്താലാണ് ഇത് റെഗുലേറ്റർ ആയിട്ട് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് 12 വോൾട്ട് ബോർഡിലേക്ക് വരും, ബോർഡ് അടിച്ചു പോകും. അപ്പൊ അത് കൊടുക്കാൻ ശ്രമിക്കുക പരമാവധി നോക്കിയിട്ട്. അപ്പൊ ഇതാണ് അതിന്റെ പോസിറ്റീവ് കണക്ഷൻ. അപ്പൊ നമുക്കത് കൊടുക്കാം. അപ്പൊ പോസിറ്റീവ് നമ്മൾ ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നമ്മളിത് സെപ്പറേറ്റ് നമ്മളൊരു കഷ്ണം റിബൺ വയറിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ കട്ട് ചെയ്തെടുത്ത വയർ നമ്മൾ നേരെ പോസിറ്റീവ് കൊടുക്കാൻ നേരത്തെ കാണിച്ചിരുന്ന ആ കണക്ഷനിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പൊ അത് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ മഞ്ഞ വയറാണ്. ഈ മഞ്ഞ വയർ ഗ്രൗണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോർഡിലേക്ക് കൊടുക്കാനുള്ള സപ്ലൈ ആണ് ഈ കാണുന്നത്. ബോർഡിലേക്ക് കൊടുക്കാനുള്ള സപ്ലൈ ആണ് ഈ മഞ്ഞ വയർ, ഈ റെഡ് വയറും അതുപോലെ ഈ മഞ്ഞ വയറും. അപ്പൊ അത് രണ്ട് നമ്മൾ പച്ച ബോർഡിൽ നിന്ന് USB ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള നെഗറ്റീവും നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്ന നെഗറ്റീവും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ഒറ്റ കണക്ഷൻ ആക്കിയിട്ട് കൂട്ടി പിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ സെന്ററിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. ഈ റെഗുലേറ്റർ ഐസിയുടെ കറക്റ്റ് സെന്റർ കാലിന് മേക്കാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളത് ഇതേപോലെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക.
അപ്പൊ അറിയാവുന്നവർ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാവുന്നവർ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോക്കോളെ, അത് കാണണമെന്നില്ല. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഓരോരോ വീഡിയോകൾ ഓരോന്ന് അസംബിൾ ചെയ്യണത് മാത്രം, ഓരോ വീഡിയോകൾ ഓരോ പല ടൈപ്പ് ആംപ്ലിഫയറുകൾ അസംബിൾ ചെയ്യണത് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കാരണം അറിയാത്തവർ മാത്രം കണ്ടാൽ മതി, അറിയണവർ കാണണം നമ്മൾ പറയണില്ല. അപ്പോൾ ചിലവർക്ക് ഇത് ബോറടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം കാണുമ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാത്തവർ മാത്രം കണ്ടാൽ മതി എന്ന് പറയണത്. അപ്പോൾ അതിലേക്കുള്ള സപ്ലൈ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ വയർ നേരെ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ റെഗുലേറ്റർ ഐസി നമ്മൾ ഈ സ്പോട്ടിൽ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യണം. അപ്പോൾ അതിനുള്ള തുള നമ്മളിവിടെ തുളച്ചിട്ടുണ്ട് ഹീറ്റ്സിങ്ങിൻ്റെ മീക്ക്. അപ്പോൾ അതിനൊരു തുണ്ടം ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഒരു ചെറുതായിട്ട് നൈസായിട്ട് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇതിന് മീതി ഒന്ന് നൈസായിട്ട് കൊടുക്കുക. വലിയധികം ലോഡും കാര്യങ്ങളും വരുന്ന സംഭവം ഒന്നല്ല. എന്നിട്ട് നമുക്ക് ഇനി അതിൽ ഉറപ്പിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ റെഗുലേറ്റർ ഐസി നമ്മൾ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സപ്ലൈ നമ്മളെ ബോർഡിലേക്ക് വന്നിട്ടുള്ള ഈ ഡയോഡിന്റെ ഭാഗത്തേക്കും പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് ശേഷം വയറുകളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട്, വയറുകൾ ഒതുക്കുന്നതിന് മുന്നേ ശരിക്കും ചെക്ക് ചെയ്യാം, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വയറുകളൊക്കെ ഒതുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ ബോർഡിലേക്കുള്ള ഈ പോസിറ്റീവ് ലൈൻ വന്നിട്ടുള്ള ഇതിലേക്ക് നമ്മുടെ ഡയോഡിന്റെ അപ്പുറത്തുനിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സോൾഡർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ആംപ്ലിഫയറിന്റെ ഫുള്ള് വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയ്ക്കുള്ള ഒരു ഇതേപോലത്തെ ഒരു 4 ചാനൽ ആംപ്ലിഫയർ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വയർ ടൈ അടിച്ച് ഒതുക്കിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ മുന്നേ തന്നെ ചെക്ക് ചെയ്യാവുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈന്റുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വയർ ടാക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. അപ്പോൾ നമ്മളെ നോബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാധനം സെറ്റായി. ഇതേപോലത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡഡ് നോബ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം കനുള്ള ടൈപ്പ് നോബാണ്, നമ്മൾ തനി ലോക്കൽ നോബല്ല ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ സാധനത്തിന്റെ ഫ്രണ്ടേജ് ഇപ്പോൾ ഇതേപോലെയാണ്. നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി സപ്ലൈ കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷം നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ സ്പീക്കർ ലൈൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട്, 2 ലൈനാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, സാധനത ഓൺ ആയിട്ടുണ്ട്, ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്, നമ്മളെ 4 ചാനൽ കാർ സ്റ്റീരിയോ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനം. അപ്പോ അതേപോലത്തെ ഒരു ആംപ്ലിഫയർ പണിയാന്ന് ഇത്രയ്ക്ക് പരിപാടിയുള്ളൂ. അപ്പൊ നമ്മളെ ആംപ്ലിഫയറിന്റെ ഈ വണ്ടിയിലേക്കാനുള്ള ഒരു ആംപ്ലിഫയറിന്റെ ഫുൾ USB പ്ലെയർ അടക്കമുള്ള ഒരു ആംപ്ലിഫയറിന്റെ വർക്ക് കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ വയർ ചെയ്ത്, വയറുകളും കാര്യങ്ങളൊന്നും അധികമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ വയർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അടിക്കുക. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അതിൽ മുന്നൊരു കാര്യം കൂടി പറയാണ്ട് നമുക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു കിടിലൻ സാധനം പറഞ്ഞാൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം കൊടുന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമർ ആണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു 6-7 കിലോ മേലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്, കണ്ടില്ലേ? അപ്പൊ അതിന്റെ ആംബിയറും വോൾട്ടേജ് ഒക്കെ ഈ കാണുന്നതാണ്. അപ്പൊ 40-0-40, 27-0 അല്ല 27-0-27 ആണ്. പിന്നെ ഒരു 12 വോൾട്ട് ടാപ്പിങ്ങും. അപ്പൊ ഒരു ഗംഭീര സാധനം അടുത്ത് തന്നെ നമ്മൾ പിടക്കുന്നുണ്ട്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.